നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. 2025 ജനുവരി 1 മുതൽ പെൻഷനിൽ അടിപൊളി മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അന്ന് പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ കാത്തുനിൽക്കുന്ന ആളുകൾക്ക് ഇനി മുതൽ പെൻഷൻ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതില്ല. ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 1600 പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ജനുവരി 1 മുതൽ വളരെ കർശനമായ രൂപത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഓരോ വാർഡ് അടിസ്ഥാനത്തിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അനർഹമായാണ് കൈപ്പറ്റുന്നതെങ്കിൽ അവരുടെ പെൻഷൻ തടഞ്ഞു വെക്കുകയും ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളാണ് അനർഹമായിട്ടാണ് നോക്കുക. നമുക്ക് ആദ്യമായി നോക്കാൻ പോകുന്നത് അവിടെ താമസിക്കുന്ന വീടുകളാണ്. 1000 സ്ക്വയർ ഫീറ്റിന് മേലെ താമസിക്കുന്ന വീടുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലങ്ങളിൽ മക്കളോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ വീടെടുക്കുകയും അത് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല. അതുപോലെ തന്നെയാണ് കുടുംബത്തിലുള്ള റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളുടെയും ഭൂമി ഒരേക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല. നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ അറിയിപ്പുകൾ മനസ്സിലാക്കുന്നത്. പിന്നീടുള്ളത്, നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലിയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയോ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വർഷാവർഷം നടത്തി വരാനുള്ള മസ്റ്ററിങ്. അടുത്ത വർഷം മുതൽ ചിലപ്പോൾ മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി വെക്കുന്ന രൂപത്തിലായിരിക്കില്ല. ഓരോ മാസവും നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഫേസ് മസ്റ്ററിങ് നടത്തുകയായിരിക്കും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ആ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നിർബന്ധമായി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ആധാർ കാർഡിലെ ഫോട്ടോ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ആധാർ കാർഡിലെ ഫോട്ടോയും ഈ കാര്യങ്ങൾക്ക് വളരെ നിർബന്ധമായിരിക്കും. ഫേസ് ഓതന്റിക്കേഷൻ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ കറക്റ്റായി ലഭിക്കണം, എങ്കിൽ മാത്രമായിരിക്കും മസ്റ്ററിങ് പൂർത്തിയാക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ആപ്പുകളെല്ലാം ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മുടെ മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടി വരും. ആധാറുമായി ലിങ്ക് ചെയ്യാത്ത മൊബൈൽ നമ്പറുകൾ നമുക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആധാറിൽ കൊടുക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഇനി പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഓരോ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളും അപേക്ഷിക്കുന്ന വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ അപ്രൂവ് ചെയ്യുകയുള്ളൂ, പെൻഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് പെൻഷൻ അവിടെ നിന്ന് തള്ളുകയായിരിക്കും ചെയ്യുക. ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.